നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പേപ്പറിലെ 5th ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റിന്റെ പേര് സ്റ്റേറ്റ് എലമെന്റ്സ് ഓഫ് സിവിൽ സൊസൈറ്റി എന്നാണ് ഈ യൂണിറ്റിന്റെ പേര്. അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റേറ്റ് അഥവാ രാഷ്ട്രം, രാഷ്ട്രത്തിന്റെ നിർവചനം, രാഷ്ട്രം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നതുമായി ബന്ധപ്പെട്ട ചില സിദ്ധാന്തങ്ങൾ, അതുപോലെ രാഷ്ട്രത്തിന്റെ എലമെന്റ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. ഇപ്പോൾ എന്താണ് രാഷ്ട്രം? സ്റ്റേറ്റ് എന്നത് എന്താണ്? സ്റ്റേറ്റ് എന്നാൽ നിശ്ചിത ഭൂഭാഗമുള്ള സ്ഥിരതയുള്ള ജനസംഖ്യക്ക് ഭരണഘടനാപരമായിട്ടുള്ള ഒരു ഭരണകൂടം ഉണ്ടായിരിക്കുന്നതും പരമാധികാരമുള്ളതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഘടനയെയാണ് നമ്മൾ സ്റ്റേറ്റ് അഥവാ രാഷ്ട്രം എന്ന് പറയുന്നത്. നമുക്കിതിന്റെ ഒരു ഡെഫിനിഷൻ: A state is a politically organized sovereign community living within a definite territory എന്നാണ് സ്റ്റേറ്റിന് പറയുന്ന ഒരു നിർവചനം. അപ്പൊ നമുക്ക് സ്റ്റേറ്റ് എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1-2 സിദ്ധാന്തങ്ങൾ നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ആദിമ ജനത എന്ന് പറയുന്നത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്റ്റേറ്റ്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒന്നും ഇല്ലാതെ ഫുഡ് ഗ്യാദറേഴ്സും ഹണ്ടേഴ്സും ഒക്കെ ആയിട്ടുള്ള ജനതയാണ്. അതായത് ഭക്ഷണം ഇങ്ങനെ സംഘടിപ്പിച്ച് ഇര തേടി വേട്ടയാടിയൊക്കെ ഭക്ഷണം കണ്ടുപിടിച്ച് കഴിയുന്ന ഒരു വിഭാഗമായിരുന്നു. പിന്നീട് ബിക്കം പ്രൊഡ്യൂസേഴ്സ്, അവര് ഉൽപാദകരായി കൃഷി തുടങ്ങി, സ്ഥിരതാമസം തുടങ്ങി. സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ സ്റ്റേറ്റ് എന്ന ഒരു ഓർഗനൈസേഷൻ വളർന്നു വരുന്നു. ഇങ്ങനെയാണ് സ്റ്റേറ്റ് ഉണ്ടായത്. അപ്പോ എന്തായാലും ഈ സ്റ്റേറ്റിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് പല സിദ്ധാന്തങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സോ അതിൽ ഒന്നാമത്തെ സിദ്ധാന്തം ഡിവൈൻ ഒറിജിൻ തിയറിയാണ്. ദൈവിക സിദ്ധാന്തം അല്ലെങ്കിൽ ദൈവദത്ത സിദ്ധാന്തം എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഭരണം നടത്തുന്ന രാജാവ്, ഭരണാധികാരി ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു നോമിനി, ഒരു പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ അനുസരിക്കുന്നത് പോലെ തന്നെ രാജാവിനെ അനുസരിക്കുക തുടങ്ങിയ ചിന്തകളൊക്കെ കൈയാളുന്നതാണ് ഈ പറയുന്ന ദൈവദത്ത സിദ്ധാന്തം, അല്ലെങ്കിൽ ഡിവൈൻ റൈറ്റ് ഓർ ഡിവൈൻ ഒറിജിൻ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഒരു സിദ്ധാന്തം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, രാജാക്കന്മാർ ഈ സിദ്ധാന്തത്തെ വല്ലാതെ പിന്താങ്ങും. കാരണം രാജാവ് ദൈവത്തിന്റെ ഡെപ്യൂട്ടി നോമിനി ആയതുകൊണ്ട് തന്നെ രാജാവിന് ഈ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയും ഒരുപാട് അധികാരങ്ങൾ, ദൈവത്തിനുള്ളത് പോലെ തന്നെ ഒരുപാട് അധികാരങ്ങൾ ഉണ്ടാവും. ഈ രാജാവിന് പ്രജകളോടൊന്നും യാതൊരു കമ്മിറ്റ്മെന്റ്സും അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരിക്കില്ല. The king is only responsible to the god എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജാക്കന്മാര് അവര് ഇത് വല്ലാതെ ഈ ഒരു സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നു. എന്ന് മാത്രവുമല്ല, അവർ ആ ജീനിയോളജി കാത്തു സൂക്ഷിച്ചു പോരാനും ശ്രമിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പൊ ഇന്ത്യയിലെ രാജതന്ത്രവും യൂറോപ്യൻ രാജാവിന്റെ ദൈവദത്ത അധികാരം ഒക്കെ ഇതുമായിട്ട് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് സിദ്ധാന്തം എന്ന് പറയുന്നത് ഫോഴ്സ് തിയറിയാണ്, അല്ലെങ്കിൽ ശക്തി സിദ്ധാന്തം എന്ന് പറയാം. ശക്തിയിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ഒരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ, രാജ്യം അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്നൊരു കോൺസെപ്റ്റ് ഒന്നും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ജനത പിന്നീട് ഫുഡ് പ്രൊഡ്യൂസേഴ്സ് ആയി മാറുന്നു. അവർ കൃഷി ആരംഭിക്കുന്നു. കൃഷിക്കും ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊരു കോൺസെപ്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്യാണ്. ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടായി വരുമ്പോൾ അത് ഓരോ കുടുംബങ്ങൾക്കും ഓരോ ഗണങ്ങൾക്കും ഒക്കെയാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടാകുന്നത്. അപ്പൊ 2 വ്യത്യസ്ത ആളുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത ഗണങ്ങളോ കുടുംബങ്ങളോ തമ്മിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ വരും. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ കന്നുകാലികളും ഒക്കെ ഉൾപ്പെടുന്ന കാര്യങ്ങള് മറ്റൊരു വിഭാഗം കൈക്കലാക്കാനായിട്ട് വരുമ്പോൾ അവരെ കായികമായിട്ട് നേരിട്ട് അവനവൻ്റേത് സൂക്ഷിക്കുകയും പരമാവധി മറ്റുള്ളവരുടേത് കൈയാളുകയും ചെയ്യാനുള്ള ഒരു ശ്രമങ്ങൾ നടന്നു തുടങ്ങി. ഇവിടെയാണ് ഫോഴ്സ്, ശക്തി, കയ്യോക്കുള്ളവൻ കാര്യക്കാരൻ എന്ന അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ശക്തനായവൻ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുകയും അയാൾ ക്രമേണ ഒരു ലീഡറായി മാറുകയും അയാൾക്ക് പിന്നിൽ രാജ്യം അണിനിരക്കുകയും ചെയ്യുന്ന ഒരു രീതി വന്നു. ഇതാണ് ഫോഴ്സ് തിയറി. ഇപ്പൊ ഇവിടെ മൈറ്റ് ഈസ് റൈറ്റ് എന്ന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഫോഴ്സ് തിയറി വരുന്നത്. മറ്റൊന്നാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. ഇത് റൂസോയാണ് ഈ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത്. റൂസോ മാത്രമല്ല, ജോൺ ലോക്കും അതുപോലെ തന്നെ തോമസ് ഹോബ്സ്, ഇവരുടെ ഒക്കെ സിദ്ധാന്തം ഇതുമായിട്ട്
ബന്ധപ്പെട്ട് പോകുന്നതാണ്. അപ്പൊ ജനങ്ങള് ഒരു പരസ്പര കരാറിലൂടെ ഭരണാധികാരിയെ തെരഞ്ഞെടുത്തു, അത് രാഷ്ട്രമായി എന്നുള്ളതാണ് ഇവരുടെ ഒരു എന്താണ് അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ഒരു കരാറിൽ, സാമൂഹിക കരാറിൽ ഏർപ്പെടുന്നത്, ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്? അത് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ഫോഴ്സ് തിയറിയിലൊക്കെ അത് പറഞ്ഞതുപോലെയുള്ള ഒരു എക്സ്റ്റേണൽ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ശക്തിയുള്ള ഒരാൾക്ക്, അദ്ദേഹത്തിന് അദ്ദേഹവുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യൂ എന്ന് പറയുന്നത്. അപ്പൊ സംരക്ഷണവും അധികാരവും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറിക്കൊണ്ട് അവർ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു സിദ്ധാന്തം. ഇനി അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷണറി തിയറിയാണ് മറ്റൊന്ന്. ഇതാണ് ഏറ്റവും കൂടുതൽ അംഗീകരിച്ചു വരുന്ന ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്. അതായത് ഈ രാജ്യം എന്നത് വളരെ ഗ്രാജുവൽ ആയിട്ട്, ഇങ്ങനെ ക്രമേണയായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുന്നു. ഒരു കുടുംബങ്ങൾ ക്രമേണ വംശങ്ങളായിട്ടും ഗോത്രങ്ങളായിട്ടും ഗ്രാമങ്ങളായിട്ടും പിന്നീട് അത് നഗരങ്ങളായിട്ടും അതുപോലെ തന്നെ രാജ്യമായിട്ടൊക്കെ വികസിച്ചു. ഭരണവും അതുപോലെ തന്നെ വികസിച്ചു എന്നുള്ളതാണ് ഒരു സിദ്ധാന്തം. ഇനി നെസസിറ്റി സിദ്ധാന്തം എന്ന മറ്റൊരു സിദ്ധാന്തം കൂടി നമുക്ക് ഇതിനിടയിൽ പഠിക്കാം. മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതും നിയമവും അതുപോലെ സൊസൈറ്റിയിൽ ഒരു സമാധാന അന്തരീക്ഷമൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് രാഷ്ട്രം. ഒരാവശ്യത്തെ മുൻനിർത്തി ഉരുത്തിരിഞ്ഞു വന്നതാണ് രാഷ്ട്രം എന്നതാണ് മറ്റൊരു സിദ്ധാന്തം. ഓക്കെ, ഇനി നമ്മൾ സ്റ്റേറ്റിന്റെ എലമെന്റ്സ് ഓഫ് സ്റ്റേറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേറ്റ് എന്നതിന് പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ ഉണ്ട്. ഒന്നാമത്തേത് പോപ്പുലേഷൻ ആണ്, ജനസംഖ്യയാണ്. ഒരു പ്രദേശത്ത് സ്ഥിരതാമസമാക്കിയ ജനങ്ങൾ ഉണ്ടാവണം. ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രാഷ്ട്രം ഉണ്ടാവുന്നത്, അല്ലെ? അപ്പൊ ജനങ്ങളില്ലെങ്കിൽ ഭൂമി ഉണ്ടായത് കൊണ്ട് മാത്രം അതൊരു രാഷ്ട്രമാവുന്നില്ല. അവിടെ തീർച്ചയായിട്ടും ജനങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ ജനസംഖ്യയുടെ എണ്ണം, ഇത്ര എണ്ണം ജനങ്ങൾ ഉണ്ടാവണമെന്നൊന്നും അങ്ങനെ ഒരു അനിവാര്യതയൊന്നുമില്ല. പക്ഷെ അവിടെ പീപ്പിൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ടെറിട്ടറി. അപ്പൊ ഈ ജനങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അവർക്ക് ചവിട്ടി നിൽക്കാൻ മണ്ണ് വേണം, അവർക്ക് ഭൂമി വേണം. അപ്പൊ രാഷ്ട്രത്തിന് അതിന് സ്വന്തം ഒരു പൊളിറ്റിക്കൽ ബൗണ്ടറി ഉള്ള ഒരു നിശ്ചിത പ്രദേശം വേണം. അപ്പം ഈ നമ്മള് ടെറിട്ടറിക്ക് ഭൂമിയുണ്ട്, അതുപോലെ സമുദ്ര അതിർത്തികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിശ്ചിത പ്രദേശമുണ്ട്. പിന്നെ അതിന്റെ തൊട്ട് മുകളിലുള്ള ആകാശവും ആ പ്രദേശത്തിൻ്റെത് ആണ്. അപ്പൊ കര അതിർത്തി, അതുപോലെ സമുദ്ര അതിർത്തി, വ്യോമ അതിർത്തി ഒക്കെ ഉണ്ട്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഈ വ്യോമ അതിർത്തി ലംഘിച്ച് വന്ന ഹെലികോപ്റ്റർ അല്ലെങ്കിൽ വിമാനം വെടിവെച്ച് വീഴ്ത്തി, അല്ലെങ്കിൽ സമുദ്ര അതിർത്തി ലംഘിച്ചു വന്ന കപ്പലുകൾ പിടിച്ചെടുത്തു എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? അത് ഇങ്ങനെ ഈ ബൗണ്ടറി കരയിൽ മാത്രമല്ല എന്ന് അറിഞ്ഞിരിക്കുക, അത് കടലിലും അതുപോലെ ആകാശത്തിനും ഒക്കെ ഒരു രാജ്യത്തിന് അതിർത്തി ഉണ്ടായിരിക്കും. അപ്പൊ ആ അതിർത്തിക്കുള്ളിലുള്ള എല്ലാ വിഭവങ്ങളും, ഭൂപ്രദേശം, ജലസമൃദ്ധി, വിമാനപാത, ഇതൊക്കെ ആ രാജ്യത്തിന്റെ സ്വന്തമായിരിക്കും. ഇനി മറ്റൊന്നാണ് സോവനിറ്റി ആണ്. സോവനിറ്റി, അതിന് തൊട്ട് മുൻപ് മറ്റൊന്നു കൂടിയുണ്ട്, ഗവൺമെന്റ് ഉണ്ടായിരിക്കും, അല്ലെ? ജനങ്ങൾക്ക് ഭരിക്കാനുള്ള ഒരു ഗവൺമെന്റ്, ഭരണം നടത്തുന്നതിനുള്ള ഒരു യന്ത്രം അവിടെ ഉണ്ടായിരിക്കും. അതാണ് ഗവൺമെന്റ്. ഇനി ആ ഗവൺമെന്റിന് എന്ത് വേണം? അഭിപ്രായങ്ങളിലും തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. സോവനിറ്റി, പരമാധികാരം ഉണ്ടായിരിക്കണം. അപ്പൊ ആന്തരിക നിയമങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള, പുറംലോകത്തോടുള്ള ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള പവർ അതിന് ഉണ്ടായിരിക്കണം. ആ പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോവനിറ്റി അല്ലെങ്കിൽ പരമാധികാരം എന്ന് പറയുന്നത്. അപ്പൊ ഒരു രാജ്യം എന്ന് പറയുന്നത്, അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്നതും നേഷൻ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ട്, സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ കേരളത്തെ സ്റ്റേറ്റ്, സംസ്ഥാനം എന്ന അർത്ഥത്തിലാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയാറുള്ളത്. പക്ഷെ സംസ്ഥാനം എന്നല്ല, നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ രാഷ്ട്രം എന്ന അർത്ഥത്തിലാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ രാഷ്ട്രവും രാജ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലെ? അപ്പൊ നേഷനും അതുപോലെ തന്നെ സ്റ്റേറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഭരണപരമായിട്ടുള്ള ഒരു ഘടനയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പക്ഷെ നേഷൻ എന്ന് പറയുമ്പോൾ അവിടെ കുറെ കൂടി ഒരു ഇമോഷണൽ ഫാക്ടേഴ്സ് ഒക്കെ അതിൽ വരുന്നുണ്ട്. നമ്മള്
സ്റ്റേറ്റും നാഷനും രണ്ടും ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയ രണ്ട് കോൺസെപ്റ്റ്സ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് സിവിൽ സൊസൈറ്റി എന്ന ഒരു കോൺസെപ്റ്റ് ആണ്. സിവിൽ സൊസൈറ്റി എന്നാൽ സർക്കാർ സംവിധാനത്തിനും അതുപോലെ വ്യക്തിപരമായിട്ടുള്ള കുടുംബജീവിതത്തിനും ഒക്കെ ഇടയിലുള്ള ഒരു സാമൂഹിക രംഗത്തെ സ്വതന്ത്രമായിട്ടുള്ള സംഘടനകളുടെയും വ്യക്തികളുടെയും ഒക്കെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സിവിൽ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് സ്വതന്ത്രമായിട്ടുള്ള സംഘടനകൾ, അതായത് വോളണ്ടറി ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കും. സിവിൽ സൊസൈറ്റിയുടെ ഒരു ഇതാണ്, ഒരു സ്വഭാവമാണ് വളണ്ടറി ഓർഗനൈസേഷൻസിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ വളണ്ടറി ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കുക എന്നത്. ഇപ്പൊ സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണം ഇല്ലാതെ പ്രവർത്തിക്കുന്ന സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലാതെ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ വളണ്ടറി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ എക്സാമ്പിൾ ആയിട്ട് NGOs അല്ലെ, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസും അതുപോലെ സാമൂഹിക പ്രവർത്തന സംഘങ്ങളും ഒക്കെ ഇതില് വരുന്നുണ്ട്. ഇനി സാമൂഹിക ചലനങ്ങൾ, സോഷ്യൽ മൂവ്മെന്റ്സ് ആണ് മറ്റൊന്ന്. അത് സാമൂഹിക നീതിക്കായിട്ടോ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ, ജനകീയ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിനോ ഒക്കെ വേണ്ടിയിട്ടുള്ള കൂട്ടായ്മകൾ ഒരു സിവിൽ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കും. കൂടാതെ മാധ്യമങ്ങൾ അല്ലെ, മീഡിയ, വളരെ ശക്തമായിട്ട് മീഡിയ ഉണ്ടായിരിക്കും. ജനങ്ങളുടെ ഒരു ശബ്ദമായിട്ടാണ് മീഡിയ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ മതവും സാംസ്കാരിക സംഘടനകളും എല്ലാം തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് ഒരു സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? സ്റ്റേറ്റിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സിദ്ധാന്തങ്ങൾ, സ്റ്റേറ്റിന്റെ എലമെന്റ്സ്, അതുപോലെ സിവിൽ സൊസൈറ്റി. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.